എല്ലാവർക്കും റോസി ശുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചൂര നാടൻ വറുത്തരച്ച കറിയാണ്. അപ്പം നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ച് 1/2 കിലോ ചൂര എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയത്. പിന്നെ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കുരുമുളക് പൊടി, 3 വറ്റൽമുളക്, കടുക്, ചെറിയ ഉള്ളി, വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ തേങ്ങ, പുളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തേങ്ങയെ എല്ലാം വറുത്തെടുക്കണം. അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഏകദേശം മൂത്ത് വരുമ്പോൾ മാത്രം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടാൽ മതി. ഇത് നമുക്ക് മൂത്ത് വരട്ടെ. ഇവിടെ തേങ്ങ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. തീ സിമ്മാക്കിയതിന് ശേഷം വേണം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ആദ്യമായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മസാലകളെല്ലാം ആയി. ഇതിൽ ലേശം തേങ്ങ മൂത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്നൊരു സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയാണ് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് മൂത്തതിന് ശേഷം ഞാനിത് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. മസാലക്കൂട്ടിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. കടുകിട്ടു. ഇനി അടുത്തത് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കയ്യിലേക്ക് ചെറിയ ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് അതിനിട്ട് ഇളക്കി നല്ല രീതിയിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മീൻ വേകാനുള്ള വെള്ളം നമുക്കറിയാമല്ലോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് അടച്ചു വയ്ക്കാം. തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മസാല തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പും എല്ലാം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തിളച്ച് വന്നതനുസരിച്ചിട്ട് മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ കുറുകി നമ്മുടെ കറിശമായി കുറുകി വരുമ്പോൾ നമുക്ക് തീ ചെയ്യാം. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വറുത്തരച്ച് ചൂരക്കറി റെഡിയായിട്ടുണ്ട്. ഞാൻ കപ്പയുടെ കൂടെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതിൽ ചെറിയ ഉള്ളി കുറച്ചെടുത്ത് വഴറ്റാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ.